മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തില് എവല്യൂഷൻ തിയറി അല്ല അറിവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാറുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലും മറ്റെല്ലാ മതങ്ങളിലും സാധാരണ രീതിയിലുള്ള ഗ്രന്ഥങ്ങളുണ്ടായി. അത് പലരും പഠിച്ച് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തത്വചിന്തകളും തത്വസംഹിതകളും എഴുതി എല്ലാവിധത്തിലും ജീവജാലങ്ങൾ പ്രിമിറ്റീവ് ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് ഉയർന്നതുപോലെ ആണ് മറ്റു മതങ്ങളിൽ സംഭവിക്കാറുള്ളത്. ഭാരതത്തിൽ ആദ്യം ഉണ്ടായത് വേദങ്ങളാണ്. വേദങ്ങളുടെ ഭാഗമായിട്ട് ഉപനിഷത്തുക്കൾ. ഇന്നത്തെ കണക്കനുസരിച്ച് വേദങ്ങൾ BC 5000, 6000, 7000 വർഷങ്ങൾക്ക് മുമ്പ്. ആ വേദങ്ങൾക്ക് ശേഷമാണ് ആദികാവ്യമായ രാമായണം ഉണ്ടായത്. അതിനുശേഷമാണ് മഹാഭാരതം ഉണ്ടായത്. അതിനുശേഷമാണ് പുരാണങ്ങൾ ഉണ്ടായത്. സാധാരണഗതിയിൽ നമ്മൾ 1ാം ക്ലാസ് മുതൽക്ക് PhD വരെ പഠിപ്പിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് പിന്നെ കോംപ്ലിക്കേറ്റഡിലേക്ക് പോവാണല്ലോ. ഭാരതത്തിൽ അങ്ങനെയല്ല. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ളതാണ് ആദ്യം ഉണ്ടായത്. ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിലും വെച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വേദാന്തം എന്നറിയപ്പെടുന്ന ഉപനിഷത്തുക്കൾ. ആ ഉപനിഷത്തുക്കളോ ഉപനിഷത്തുക്കൾക്ക് തുല്യമായിട്ടുള്ളതോ ആയ ഗ്രന്ഥങ്ങളിലാണ് 4 മഹാവാക്യങ്ങൾ നൽകിയിരിക്കുന്നത്. ആ മഹാവാക്യങ്ങളിൽ ഒന്നാമത്തേത് പ്രജ്ഞാനം ബ്രഹ്മ, ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിംഗ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ ബ്രഹ്മം എന്ന് പറയുന്നു. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ പ്രജ്ഞാനം, സ്വബോധം. സർവചരാചരങ്ങളിലും ഈ പ്രജ്ഞാനവും സ്വബോധവുമുണ്ട്. അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു. അത് ഋഗ്വേദത്തിന്റെ ഉപവേദമായിട്ടുള്ള, ഋഗ്വേദത്തിന്റെ ഉപനിഷത്തായിട്ടുള്ള ഐതരേയ ഉപനിഷത്തിലെ വരിയാണ് പ്രജ്ഞാനം ബ്രഹ്മ, ഒന്നാമത്തെ മഹാവാക്യം. 2, അഹം ബ്രഹ്മാസ്മി. എന്റെ ശരീരത്തിനകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഓരോ സെല്ലിലുമുള്ളത് കൊണ്ട്, എന്നിൽ പ്രജ്ഞാനമുള്ളത് കൊണ്ട് അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡിവൈൻ പവർ ആണ് എന്ന് യജുർവേദത്തിന്റെ ഉപനിഷത്തായ ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു. എന്നിൽ എന്തെല്ലാമുണ്ടോ അത് നിന്നിലുമുണ്ട്, സർവജീവജാലങ്ങളിലുമുണ്ട്, വ്യത്യസ്തമായ അളവില്. അതുകൊണ്ട് സാമവേദത്തിന്റെ ഉപവേദമായ ഛാന്തോക്യോപനിഷത്ത്, സാമവേദത്തിന്റെ ഉപനിഷത്തായ, ഉപവേദമല്ല, സാമവേദത്തിന്റെ ഉപനിഷത്തായ ഛാന്തോക്യോപനിഷത്തില് തത്വമസി എന്ന് പറയുന്നു. ഋഗ്വേദത്തിന്റെ ഉപനിഷത്ത് 10 ഉപനിഷത്തുക്കളിലുള്ളതിൽ ഒരു ഉപനിഷത്ത് ഐതരേയ ഉപനിഷത്ത്. അതിൽ പറയുന്നു പ്രജ്ഞാനം ബ്രഹ്മ. യജുർവേദത്തിന്റെ ഉപനിഷത്ത് ബൃഹദാരണ്യക ഉപനിഷത്തില് പറയുന്നു അഹം ബ്രഹ്മാസ്മി. സാമവേദത്തിന്റെ ഉപനിഷത്തായ ഛാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നു തത്വമസി, നീയും അത് തന്നെയാണ്. യു ആർ ഓൾസോ ദി മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡിവൈൻ പവർ. അഥർവവേദത്തിന്റെ ഉപനിഷത്തായ മുണ്ടകോപനിഷത്തിൽ പറയുന്നു അയം ആത്മാ ബ്രഹ്മ. സർവജീവജാലങ്ങളിലുമുള്ള ഈ ആത്മാവ് പരമാത്മാവിന്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ആത്മാവിരിക്കുന്നിടത്തോളം ഞാനും നീയുമെല്ലാം ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തദന്തരസ്യ സർവസ്യ, എല്ലാത്തിൻ്റെയും അകത്തും
തതു സർവസ്യാസ്യ ബാഹ്യത, എല്ലാത്തിൻ്റെയും പുറത്തുമുള്ള ചൈതന്യം, അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മചൈതന്യം തന്നെയാണ് ഈശ്വര ചൈതന്യം എന്ന് പറയും. അങ്ങനെ 4 മഹാവാക്യങ്ങളാണ് ശരിക്ക് നമ്മുടെ ഹിന്ദു ധർമ്മത്തിലുള്ളത്. ഒന്ന് പ്രജ്ഞാനം ബ്രഹ്മ, ഋഗ്വേദത്തിൻ്റെത്, അഹം ബ്രഹ്മാസ്മി യജുർവേദത്തിൻ്റെത്, തത്വമസി സാമവേദത്തിൻ്റെത്, അയമാത്മാ ബ്രഹ്മ അഥർവവേദത്തിൻ്റെത്. ഇന്ന് നമുക്ക് ഉത്തരം കിട്ടാതെയുള്ള ഏത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോകെമിസ്ട്രി അല്ലെങ്കിൽ അസ്ട്രോണമി, എൻവയോൺമെന്റൽ സയൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ആ മഹാവാക്യത്തിലാണ്. എൻ്റെ ഹാർട്ട് 68 പ്രാവശ്യം ഇടിക്കുന്നു, അത് എൻ്റെ നിർദ്ദേശപ്രകാരമല്ല, ഹാർട്ടിലുള്ള പ്രജ്ഞാനമാണ്. അന്തരീക്ഷ വായുവിൽ നിന്ന് എൻ്റെ രക്തം ഓക്സിജൻ എടുക്കുന്നു. ആ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഹീമോഗ്ലോബിനിലുള്ളത് കൊണ്ടാണ് 1999 ഡോക്ടർ ഗുന്തർ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ, അദ്ദേഹം ശരിക്കും ജർമ്മനിയിലാണ് ജനിച്ചത്, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയതും പ്രോട്ടീൻ മോളിക്യൂളുകൾക്ക് പ്രജ്ഞാനമുണ്ട്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് തെളിയിച്ചതിനാണ്. നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അയോഡിൻ അത് തൈറോയിഡിലേക്കും തൈറോക്സിൻ ഗ്ലാൻഡിലേക്കും പോകുന്നത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ളത് കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് ദഹിച്ച് അബ്സോർബ് ചെയ്യേണ്ടതിനെ ചെയ്ത് എത്തിക്കേണ്ട സ്ഥാനത്ത് രക്തം എത്തിക്കുന്നത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ളത് കൊണ്ടാണ്. നമ്മളുടെ കണ്ണും മൂക്കും നാക്കും ത്വക്കും തലച്ചോറും പ്രവർത്തിക്കുന്നത് അതാത് കോശങ്ങൾക്കകത്തുള്ള സെല്ലുകളിൽ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഏത് ചോദ്യത്തിനും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. ഭൂമി കറക്റ്റ് സ്പീഡിൽ കറങ്ങുകയും സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ളത് കൊണ്ടാണ്. ഓരോ ചെടിയും കറക്റ്റ് കാലത്ത് പൂക്കുകയും കായ്ക്കുകയും പഴങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ളത് കൊണ്ടാണ്. ഓരോ ഇലയും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൽ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഗ്ലൂക്കോസും സൂക്രോസും പിന്നീട് അതിനെ സെല്ലുലോസുമാക്കി മാറ്റുന്നത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും അതിനകത്ത് തന്നെ സെല്ലിനകത്ത് തന്നെ ഉള്ള എൻസൈമുകളിലൂടെയും ഹോർമോണുകളിലൂടെയും ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇപ്പം ഏത് ആധുനിക ചോദ്യങ്ങൾക്കും അവസാനത്തെ ഉത്തരം പറയാൻ ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഉപയോഗിക്കാം. അത് പ്യൂർലി സയന്റിഫിക് ആണ്. ആദ്യമുണ്ടായ ഉപനിഷത്തില് എഴുതിയിരിക്കുന്ന മഹാവാക്യം ഇന്ന് സയൻസ് കൊണ്ട് തെളിയിക്കാൻ, ആത്മീയത കൊണ്ട് തെളിയിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. പ്രണാമം, നമസ്കാരം.